നികുതി വിധിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ പള്ളികളിൽ നോമ്പ് തുറക്കി അവർ വരാറുണ്ട്. അതുപോലെ എന്റെ അയലക്കത്ത് കെട്ടുനിറക്കി ഞാൻ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ ഇഡലിയും സാമ്പാറൊക്കെ നല്ല ചൂട്ടോടെ സ്കൂളിൽ പോണതിന് മുമ്പായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പൊ എനിക്ക് അതൊക്കെ എന്ത് ഇഷ്ടാന്നറിയോ? അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചതാണ്. ഇന്നും ഞങ്ങളുടെ അവിടെ അതേപോലെ തന്നെയാ. ഒരു ജാതിയോ അതൊന്നും പറയണില്ല. ഞങ്ങൾ ജാതിയല്ല പറയാ, നമ്മൾ കൂട്ടുകാരാണ്. എല്ലാവരും കൂട്ടുകാരാണ്, അയലക്കാരാണ്, നാട്ടുകാരാണ്. എല്ലാവർക്കും നല്ലതിനു വേണ്ടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അത് മറ്റൊരു പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇത്രയും വലിയ ദുരിതം നടന്നു, പ്രളയം നടന്നു. അന്ന് ഞാൻ കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറക്കണ ഒരു ഇത് കാണിച്ചു. ആ ഇറക്കിയിട്ട് അത് മിലിറ്ററിക്കാരാണ്. അപ്പൊ അവരൊക്കെ നമ്മള് സെലൂട്ട് അടിക്കുന്നത്. കാരണം അത്രയും വലിയ കാര്യമാണ് അവര് ചെയ്തത്. അതുപോലെ തന്നെ ആ ഇറക്കുന്ന സമയത്തോ എന്തോ ജസ്റ്റ് ആ ഇറങ്ങുമ്പോ ആ ആളുടെ ഡ്രസ്സ് ഒന്ന് മാറിപ്പോയിപ്പോ ആ മിലിറ്ററിക്കാരൻ കാറ്റ് കൊണ്ട് പറക്കുമ്പോ അതൊന്ന് ഒതുക്കി ആളെ ഇറക്കാനായിട്ട് അനുവദിച്ചു. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അപ്പൊ അത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ കടലിന്റെ മക്കള് അവര് വന്നിട്ട് ആ പ്രളയകാലത്ത് ചെയ്തെന്താ, ഒരാൾക്ക് കിടക്കാൻ ബുദ്ധിമുട്ട്, പ്രായമായ ആളുകൾക്ക് കിടക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ആളവിടെ ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ കുമ്പിട്ട് നമസ്കരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ആളുടെ പുറത്ത് ചവിട്ടിയിട്ടാണ് ഓരോരുത്തരും ഇപ്പത്തേക്ക് കടന്നത്. അതൊക്കെ നമ്മൾ വീഡിയോകളിലൊക്കെ ആയിട്ട് ഒരുപാട് കണ്ടതാണ്. അതാണ് നമ്മുടെ കേരളം എന്ന് പറയണത്. അതുപോലെ ഞാൻ ഇപ്പോൾ ഷാർജയിലാണ്. ഇവിടെ ആണെങ്കിൽ അങ്ങനൊക്കെ തന്നെയാണ്. എല്ലാവരും തമ്മിൽ പരസ്പര സ്നേഹമാണ്. ഞങ്ങൾക്ക് ഇവിടെ ജാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എല്ലാരും ഇങ്ങനത്തെ ജാതി നോക്കണ്ട. കാരണം ജാതികൾക്ക് തമ്മിൽ കൂട്ടുകൂടാൻ കഴിയില്ല. പക്ഷെ മനുഷ്യർക്ക് തമ്മിൽ കൂട്ടുകൂടാൻ കഴിയും, അയലക്കാർക്ക് തമ്മിൽ കൂട്ടുകൂടാൻ കഴിയും. അതുപോലെ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് ഒന്നിച്ച് കൂട്ടുകൂടാം, പങ്കുചേരാം, എല്ലാം കഴിയും. പക്ഷെ ജാതിക്ക് തമ്മിൽ കെട്ടിപ്പിടിക്കാനോ തൊടാനോ തലോടാനോ സാധിക്കില്ല. പക്ഷെ അയലക്കാരും തൊട്ടയൽവാസികളും നാട്ടുകാരും തമ്മിൽ കെട്ടിപ്പിടിക്കാനും സ്നേഹം പങ്കിടാനും ഒന്നിച്ച് നടക്കാനും ഒരു പായയിൽ കിടന്നുറങ്ങി ഉണ്ടുറങ്ങി ജീവിക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ കേരളം. അതിനെപ്പറ്റി ഞാൻ പറയാൻ ആരുമല്ല. പക്ഷെ ഞാൻ ഇതേപോലെയുള്ള ഒരു പ്രതികരണങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാറുമില്ല. ഇത് വെറുതെ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയപ്പോ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാൻ തോന്നി. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എന്റെ പേര് ഷാനവാസ് എന്നാണ്. പിന്നെ ചിലവരെന്നെ ഷാ എന്ന് വിളിക്കും. അപ്പോ റംദാൻ കരീം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം.